ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി മീൻ കറി ആയിട്ടാണ് കേട്ടോ. നല്ലൊരു വെറൈറ്റി രീതിയിലുള്ള ഒരു ആവോലി മീൻ കറി. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് തീർച്ചയായിട്ടും അറിയിക്കുകയും വേണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ 1 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് അര സവാള, അതുപോലെ തന്നെ ഒരു 10 പച്ചമുളക്, അത്യാവശ്യം വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 6 കുടംപുളി ഇതുപോലെ ചീന്തി വെള്ളത്തിൽ നമുക്ക് ഇട്ട് വെക്കുക. അതിനുശേഷം ഒരു 3 തക്കാളി നമുക്ക് അരിഞ്ഞു വെക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ 1.5 മുറി നാളികേരമാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു മുറി നാളികേരം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 10 ചുവന്നുള്ളി, അതുപോലെ ഒരു കുടം വെളുത്തുള്ളി എടുക്കാം. അപ്പോൾ നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമുക്ക് ചുവന്നുള്ളിയും അതുപോലെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴന്ന് വരുന്നവരെ ഇളക്കി കൊടുക്കാം. ഇതിന് ശേഷമാണ് നമുക്ക് കുടംപുളി അതുപോലെ സവാളയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പം നമ്മുടെ ചുവന്നുള്ളിയും അതുപോലെ വെളുത്തുള്ളിയും നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാളയും അതുപോലെ നമ്മുടെ പച്ചമുളകും കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കുടംപുളി ഒഴിച്ച് വെച്ച വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം നമ്മൾ മുമ്പ് കുറച്ച് നേരം കഴിയുമ്പോൾ കളഞ്ഞിട്ട് വേറെ വെള്ളം ഒഴിച്ച് വെക്കണം കേട്ടോ. ഇനി ആ വെള്ളമാണ് ചേർക്കുക. ആദ്യത്തെ വെള്ളം നമ്മൾ കുറച്ച് കളയണം. ഇനി ഇത് നന്നായി വഴന്ന് വരുന്നവരെ ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികളാണ് എടുക്കേണ്ടത്. അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നുള്ളത്. അപ്പോൾ ഇത് നന്നായി വഴന്ന് ഒരുവിധം ആയി വരുമ്പോഴാണ് നമുക്കത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല പൊടി ഇടേണ്ട ഒരു സമയമായി. നമ്മുടെ ഉള്ളിയും അതുപോലെ ഇതെല്ലാം ഒരുവിധമൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുക്കുന്നത് ഒരു 2 ടീസ്പൂൺ, അത്യാവശ്യം നല്ല വലിപ്പമുള്ള 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മുളക് പൊടിയുടെ എരിവനുസരിച്ചിട്ട് ഇപ്പം നമ്മുടെ പച്ചമുളകിൻ്റെയും അതുപോലെ മുളക് പൊടിയുടെ എരിവനുസരിച്ച് വേണം ചേർക്കാൻ. അതുപോലെ 5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇത് നമ്മൾ നല്ല മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഇത്തിരി ഓയിൽ കുറവാന്ന് തോന്നുന്നു, എന്നാലും മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇളക്കി യോജിപ്പിക്കാൻ. ഇത്തിരി ഓയിൽ കുറവാന്ന് തോന്നും, പക്ഷേ മീഡിയം ഫ്ലെയിമിലിട്ടാൽ നല്ല കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 3 തക്കാളി ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അത്യാവശ്യം നല്ല പുളിയുള്ള തക്കാളിയാണ്. അപ്പോൾ ഈ തക്കാളി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ വെള്ളം ചേർക്കുക, അങ്ങനെ ചെയ്യരുത്. കാരണം തക്കാളി വെന്ത് വരില്ല. അപ്പോൾ നന്നായി വഴന്ന് അങ്ങനെ നല്ല മേഷായിട്ട് വഴറ്റിയെടുത്താൽ മാത്രമേ നമുക്ക് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ തക്കാളി ഒന്ന് നന്നായി അലിഞ്ഞ് ചേർന്നതിന് ശേഷം മാത്രം കുടംപുളി ചേർക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുടംപുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നാളികേരം ഉണ്ടല്ലോ, ആ നാളികേരം ആദ്യം കുറച്ച് പാല് നമ്മൾ ആദ്യത്തെ 1-ാം പാല് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2-3 ഗ്ലാസ് വെള്ളം ഒഴിച്ചടിച്ച 2-ാം പാലാണ്. ഇതും കൂടി നമുക്ക് ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിന് ശേഷം മാത്രമേ നമുക്ക് മീൻ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ 2-ാം പാല് അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. അതുവരെ നമുക്കിന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് നന്നായി തിളച്ച് വന്നതിന് ശേഷം മാത്രം നമുക്ക് മീൻ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നന്നായി ഒന്ന് തിളച്ച എണ്ണ ഒന്ന് തെളിയണം. അപ്പോൾ നമ്മുടെ ഇത് നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ 1-ാം പാലെന്ന് പറയുന്നത് ഞാൻ ഒട്ടും വെള്ളം ഒഴിക്കാതെ അരച്ചെടുത്തൊന്നുമല്ല, അത്യാവശ്യം ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്ത് തന്നെയാണ്. അപ്പം നമ്മുടെ മീനെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ പാല് ചേർത്ത് കൊടുക്കുക. അതായത് അത്യാവശ്യം ഒന്ന് തിളച്ച് വന്നോട്ടെ. 1-ാം പാലാകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വരുമ്പോഴേക്കും ഓഫ് ചെയ്യുമല്ലോ, അങ്ങനെ വേണ്ട. നമുക്ക് അത്യാവശ്യം ഒന്ന് തിളച്ച് വരിക തന്നെ വേണം. അപ്പോൾ മീൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ 1-ാം പാല് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം, നമ്മൾ മീൻ ഓൾറെഡി തന്നെ ഉപ്പ് ഇട്ടിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കറിയിൽ ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ മീനിൽ അത്യാവശ്യത്തിന് ഉപ്പുണ്ട്. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് കറിക്ക് നല്ല ഉപ്പുണ്ടാവുള്ളൂ. നമ്മുടെ കറിക്ക് ഉപ്പുണ്ടെന്നല്ല, മീനിലേക്ക് നന്നായി ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. നമ്മൾ നന്നാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ ഉപ്പ് തിരുമ്മി വെക്കുകയാണെങ്കിൽ മീനിലേക്കൊക്കെ അത്യാവശ്യത്തിന് നല്ല ഉപ്പ് പിടിക്കും. അപ്പോൾ നമ്മുടെ കറിയിൽ ആ മീനിടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ രാവിലെയൊക്കെ വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴല്ലേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ മീനിലേക്കൊക്കെ നല്ല ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടായിരിക്കും. നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിടാൻ ശ്രദ്ധിക്കുക, ഹൈ ഫ്ലെയിമിലിട്ടിട്ടല്ല. എന്നിട്ട് ഇതിൻ്റെ എണ്ണ തെളിയുന്നവരെ നമുക്ക് നന്നായി ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ അവസാനം ഇങ്ങനെ ഉള്ളി കാച്ചുക, അതുപോലെ ഇങ്ങനെ കടുക് വറുക്കുക, അങ്ങനെയുള്ള പരിപാടികളൊന്നും തന്നെയില്ല. നമ്മൾ തുടക്കത്തിൽ തന്നെ അത് ചെയ്തതാണ്. അപ്പോൾ ഇനി നമുക്കുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് കറിവേപ്പില ഇടുക, അതിന് മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക, എന്നിട്ട് അടച്ചു വയ്ക്കുക. ഇത്ര പരിപാടിയുള്ളൂ. നല്ല അടിപൊളി ആവോലി മീൻകറി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.